കഴിഞ്ഞ ദിവസം 5 ആഫ്രിക്കൻ ലീഡേഴ്സിനെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഈ വൈറ്റ് ഹൗസിൽ ഇവരെന്തിനാണ് എത്തിയത് എന്ന് വെച്ചാൽ ട്രംപിൻ്റെ ന്യൂ പോളിസി, അതായത് ട്രേഡ് നോട്ട് എയ്ഡ്, അതായത് വ്യാപാരത്തിലൂടെ മറ്റു കൺട്രീസിനെ സഹായിക്കാം, അല്ലാതെ വെറുതെ സഹായം കൊടുക്കാതെ അവരുമായി അവരുടെ ആ രാജ്യത്തെ എന്ത് ആ, അവരുടെ റിസോഴ്സസ് എന്താണോ അത് വെച്ച് ട്രേഡ് ചെയ്ത് അങ്ങനെ ഇൻഡയറക്ട്ലി ഈ കൺട്രീസിനെ സഹായിക്കാം എന്നൊരു പോളിസിയാണ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് ഈ 5 ആഫ്രിക്കൻ ലീഡേഴ്സിനെ അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിൽ വരുത്തിയത്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, സാധാരണ ട്രംപ് ഒരാളുടെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം പറയും ഗുഡ് ഇംഗ്ലീഷ്, ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ നേരത്തെയും ഇദ്ദേഹം ആദ്യമായിട്ടല്ല ഒരാൾക്ക് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കൊടുക്കുന്നത്. അതായത് ഈ 5 ആഫ്രിക്കൻ ലീഡേഴ്സിൽ ഒരാൾ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ചു. അതായത് ലൈബീരിയൻ പ്രസിഡന്റായ ജോസഫ് ബവോക്കി നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഒരു അമേരിക്കൻ ആക്സന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ട്രംപിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞു ഗുഡ് ഇംഗ്ലീഷ്, ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ്, എവിടെ നിന്നാണ് താങ്കൾ ഈ ഇംഗ്ലീഷ് പഠിച്ചത്? അപ്പോൾ അദ്ദേഹം ജോസഫ് ബവോക്കെ പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അപ്പോഴും വിശ്വസിക്കാനാവാതെ ട്രംപ് ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലൈബ്രറിയിലുള്ള സ്കൂളിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ചോദ്യം ഇത് ആദ്യമായിട്ടല്ല ട്രംപ് ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈവൻ യുകെയുടെ പ്രൈം മിനിസ്റ്ററായ കെ സ്റ്റാമർ വൈറ്റ് ഹൗസിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ട് വരെ ട്രംപ്, യുകെയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്, എന്നിട്ട് പോലും അദ്ദേഹത്തെ കോംപ്ലിമെന്റ് ചെയ്തിരുന്നു. അപ്പോൾ ട്രംപ് വളരെ കാഷ്വലായിട്ട് കോംപ്ലിമെന്റ് ചെയ്തതാണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് ആഫ്രിക്കൻസിന് ഒരുപാട് പേർക്ക് ഇത് വളരെ വിഷമമുണ്ടാക്കി. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും വെസ്റ്റേൺ കൺട്രീസ് വിചാരിച്ചിരിക്കുന്നത് ആഫ്രിക്കക്കാർക്ക് ആവശ്യത്തിന് എഡ്യൂക്കേഷൻ ഇല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ലൈബീരിയ എന്ന കൺട്രിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എങ്ങനെയാണ് ഈ ലൈബീരിയ എന്ന് പറയുന്ന കൺട്രി ഫോം ചെയ്തത് എന്നുള്ള ഈ ഹിസ്റ്ററി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ട്രംപ് ഇങ്ങനെയൊരു കമൻറ്റ് ചെയ്തത് എന്നാണ് പലരും പറയുന്നത്. അതായത് ഹിസ്റ്ററി ഈ പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ ലൈബീരിയ എന്ന കൺട്രിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അതെന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 15th സെഞ്ച്വറി മുതൽ ഒരു 19th സെഞ്ച്വറി വരെ മില്യൺസ് ഓഫ് ആഫ്രിക്കൻസിനെ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ അമേരിക്കയിലേക്ക് കടത്തുമായിരുന്നു. എന്തിനാണ് ഇതിങ്ങനെ കടത്തുന്നതെന്ന് വെച്ചാൽ സ്ലേവ്സ് ആയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിന് ആ കാലത്ത് വിളിച്ചിരുന്നത് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നാണ്. അപ്പോൾ ഈ സ്ലേവ് ട്രേഡ് നടത്തി ഒരുപാട് ആഫ്രിക്കൻസ് അങ്ങനെ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1807-ൽ, അതായത് 1807-ൽ ബ്രിട്ടൻ എംപയർ ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് ബാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 1808-ൽ യു എസിലും സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് ബാൻ ചെയ്യുന്നു. അപ്പോൾ ലൈബീരിയ എന്ന ഒരു കൺട്രി രൂപീകരിക്കുന്നു. എപ്പോഴാണ് രൂപീകരിക്കുന്നതെന്ന് വെച്ചാൽ 1822-ലാണ്. എന്തിനാണ് രൂപീകരിക്കുന്നത് വെച്ചാൽ അക്കോമഡേറ്റ് ചെയ്യാനേ ആരെ, ഈ അമേരിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി വരുന്ന സ്ലേവ്സിന് താമസിക്കാനൊരു സ്ഥലം വേണം. ആ സ്ഥലമാണ് ഈ ലൈബീരിയ. അപ്പോൾ ഈ കൺട്രിയിലേക്ക് ഇങ്ങനെ സ്ലേവ്സ് വന്നുകൊണ്ടേയിരുന്നു, അമേരിക്കയിൽ നിന്ന് സ്ലേവ്സ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ഒരു ഗ്രൂപ്പായി, അവരെ അവസാനം ഒരു കോളനിയായി. ആ കോളനി ഒരു കോമൺവെൽത്ത് ആയിട്ട് രൂപീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 1847-ൽ അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനായ അമേരിക്കൻ കൊളനൈസേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻ സഹായത്തോടെ ലൈബീരിയ ഇൻഡിപെൻഡൻസ് നേടിയതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് 1847-ലാണ്. ഈവൻ ലൈബീരിയയുടെ ക്യാപിറ്റലിൻ്റെ പേര് മൊൺറോവിയ എന്നാണ്. ഈ ക്യാപിറ്റലിൻ്റെ പേര് അങ്ങനെ ഇടാൻ കാരണം ഈ അന്നത്തെ പ്രസിഡൻ്റായ അമേരിക്കയുടെ പ്രസിഡൻ്റെ പേര് ജെയിംസ് മൊൺറോ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ക്യാപിറ്റലിൻ്റെ പേര് വരെ ഇട്ടിരിക്കുന്നത്. പിന്നീട് US പ്രസിഡൻ്റായ ഏബ്രഹാം ലിങ്കൺ ഈ ലൈബീരിയയ്ക്ക് 1862-ൽ ഒഫീഷ്യലായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയതായിട്ട് പ്രഖ്യാപിച്ചു.
അങ്ങനെ ഈ യുഎസുമായിട്ട് ഈ ലൈബ്രറിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈവൻ ഈ ലൈബ്രറിയിൽ യുഎസ് ഹെറിറ്റേജ് ഇങ്ങനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ലൈബ്രറിയൻ കൾച്ചറിൽ ലൈബ്രറിയിലുള്ള ലാൻഡ്മാർക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനൊക്കെ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലൈബീരിയയിലുള്ള ഒരു 26 പ്രസിഡൻസിൽ 10 പേരോളം ജനിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് യു എസിലാണ്. അത് മാത്രമല്ല, യു എസിൻ്റെ ഫ്ലാഗും ഈ ലൈബീരിയയുടെ ഫ്ലാഗും തമ്മിൽ നല്ല സാമ്യമുണ്ട്. നമ്മൾ ഫ്ലാഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, രണ്ടും നല്ല സാമ്യമുണ്ട്. അപ്പോൾ അങ്ങനെ യു എസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ലേവ്സ് ആണ് ആദ്യത്തെ ഈ ലൈബീരിയയുടെ സിറ്റിസൺസ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്ലോസ് ആയ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്, അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാരണവശാലും ഇങ്ങനൊരു ചോദ്യം തന്നെ ചോദിക്കേണ്ടതായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ എവിടെ നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പോലും ചോദിക്കരുതായിരുന്നു എന്നാണ് ആഫ്രിക്കയിലുള്ള പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നത്.